Hello guys, it's me Anshukutti. ഹലോ അൻഷൂസ്. Hello. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് Back to school haul video. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു സ്റ്റേഷനറി ഹോളല്ല, സ്റ്റേഷനറി കളക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളെല്ലാ സ്റ്റേഷനറി ഐറ്റംസും കാണിക്കുന്നുണ്ട്, വാങ്ങിയത് മാത്രമല്ല അല്ലേ. ഞങ്ങളപ്പോൾ ഏതൊക്കെ ഷോപ്പിലാണ് പോയിട്ട് പർച്ചേസ് ചെയ്തത് നമ്മുടെ അൻഷു നമ്മൾ വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു. അൻഷൂസ് ഏതൊക്കെ ഷോപ്പിലാണ് പോയി പർച്ചേസ് ചെയ്തത്? ഫാഷനിൽ പോയി. ലാസ്റ്റ് കാണിച്ചാൽ നമ്മൾ ഫാഷനിൽ പോയതാണ്. ഫസ്റ്റ് നമ്മൾ ചോയ്സ് ഹൈപ്പറിലും പോയതാണ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. രണ്ടിൻ്റെയും ലൊക്കേഷൻ വന്നിട്ട് കടമ്പഴിപ്പുറമാണ് കേട്ടോ. ചോയ്സിൽ ഓഫറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഫാഷൻ ഹബ്ബിൽ അടിപൊളി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു, പെൻസിൽ ബോക്സിൻ്റെ ഒക്കെ. ഞങ്ങൾ വാങ്ങിച്ചൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി വാങ്ങിയതൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഫുൾ സ്റ്റേഷനറീസ് കാണിച്ചിട്ടില്ല അല്ലേ അൻഷൂസ്? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ അങ്ങ് നേരെ വീഡിയോയിലോട്ട് പോവുക. അതിന് മുമ്പേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കാണുക. മഴയൊന്നുമില്ല, പിന്നെ നമ്മൾ എന്തിനാ കുട പിടിച്ചിരിക്കണം അല്ലേ. യെസ്, അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു, രാവിലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ ഞാൻ പറഞ്ഞിട്ടാണ്, വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടാണ്. ഇനി അടുത്ത മഴ യെസ് യെസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം, അല്ലെങ്കിൽ ഇപ്പം മഴ വരും. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ അംബ്രല്ലാസ് കളക്ഷൻസ്, പിന്നെ ബാഗ്സ്, ലഞ്ച് ബാഗ്സ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്താ അൻഷൂസേ? നമ്മുടെ ഈ ഒരു അംബ്രല്ല ഞാൻ അമ്മയോടെ കവിതയ്ക്ക് പോയപ്പോൾ എനിക്ക് അമ്മ വാങ്ങി തന്നെയാണ്, അല്ലെങ്കിൽ കളക്ഷൻസ് ഒന്നും അല്ല. അതൊന്ന് ഓപ്പൺ ചെയ്തത് ചെയ്യാ. എന്നിട്ട് യെസ്, ഇനി ഇത് ഫ്രണ്ടിക്ക് ഓക്കെ ഓക്കെ. അതിൻ്റെ ബാക്ക് തിരിഞ്ഞേ ടേൺ ടേൺ ടേൺ. ഇങ്ങനെയാണ് രണ്ട് ഇമേജസ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓക്കെ, അത് ക്ലോസ് ചെയ്തേ. ഇതൊരു പോപ്പി അംബ്രല്ല മാതിരി അങ്ങനെയാണ്. പിന്നെ ഒരു പീറ്റ് ആൻഡ് ജോമോ അംബ്രല്ല ഉണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ വലിയ ധാരണ ഇല്ല എന്നൊക്കെ. ഇത് നമ്മള് ലാസ്റ്റ് ഇയർ മഴയൊക്കെ നന്നായിട്ട് പെയ്തപ്പോ ഞങ്ങള് വാങ്ങിച്ചത്. ഓക്കെ, തിരിഞ്ഞേ. ഇതിലൊരു ഇമേജ് തന്നെ ഉള്ളു, ഒരു പേർപ്പിൾ കളർ, കറക്കല്ലേ, കാണുന്നില്ല. ഓക്കെ, തിരിക്കൂ, ടേൺ. ഓക്കെ, ക്ലോസ് ചെയ്തോ. ഈ ഒരു അംബ്രേലാക്ക് 250 റുപ്പീസാണ്. ഞങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിയത്? സ്കൂൾ ബസാറിന്നല്ലേ. താഴെ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ ഷോ ചെയ്ത് താഴെ ഒറ്റ കൊണ്ടുവയ്ക്കലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് എന്റെ ലഞ്ച് ബാഗ് ആണ്. ഇതിലൊരു ലഞ്ച് ബാഗ് ലാസ്റ്റ് ഇയർ ആട്ടോ നമ്മൾ വാങ്ങിച്ചത്. അൻഷുവിന്റെ സിബ് കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പുതിയതൊന്നും വാങ്ങാൻ വലിയ മടിയാണ്. ഇനിയിപ്പോ അതിന് പോണം ഇതിന് പോണം പറഞ്ഞിട്ട്. അൻഷുന് പുറത്തോട്ട് പോവാ ഇഷ്ടല്ലേ, ഇന്ന് ഇൻഫെക്ടറോ അതിനെന്തോ പറയില്ലേ. ഇതിന്റെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്, കാണിക്ക്, സ്പേഷ്യസ് അല്ലേ. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ നമുക്ക്. പഴയതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കേറി പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, 2 സൈഡ് കമ്പാർട്ട്മെന്റ്. നമുക്ക് സ്പൂൺസോ അല്ലെങ്കിൽ കറിപ്പാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. യെസ്, ഇനി അൻഷൂസിന്റെ ഏറ്റവും ഫേവറേറ്റ് യൂണിക്കോണിന്റെ ലഞ്ച് ബാഗിന് മാച്ചായിട്ട്, യൂണിക്കോണിന്റെ ബാഗിന് മാച്ചായിട്ട് അൻഷൂസ് എന്താ എടുത്തന്നെ? യൂണിക്കോൺ ലഞ്ച് ബാഗ്, യൂണിക്കോൺ ബാഗ്. ചെറുതായിട്ട് ഇങ്ങനെ മാറ്റാറുണ്ട്, കണ്ടോ, പിങ്ക് കളറാണ് ഇത് അൻഷുവിന്. ജനീടെ. പിന്നെ എന്റെ ബാക്കില് പർപ്പിൾ ആണ്. പിന്നെ നല്ല സ്പോഞ്ച് ആയതുകൊണ്ട് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വേദന എടുക്കില്ല അല്ലെ നമ്മുടെ ഷോൾഡർ പെയിന്. അൻഷുവിന് പഴയൊരു ഡോറയുടെ ബാഗ് ഉണ്ടായിരുന്നു, അതും അങ്ങനെ തന്നെയായിരുന്നു, വലിയ വേദനയും കാര്യങ്ങളും എടുക്കാണ്ട്. പിന്നെ ഇതിലൊരു ചെറിയൊരു ബെൽറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് അൻഷുവായിട്ട് ഉണ്ടാക്കിയതാണ്. അവളിങ്ങനെ ബസ് പോകുമ്പോ ബാഗ് പെട്ടെന്ന് നമ്മളിങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് അങ്ങനെ വീഴില്ല, നമ്മുടെ ഷോൾഡറിലാണല്ലോ കിടക്കുന്നത്. പക്ഷെ അൻഷു ഒരു സേഫ്റ്റിക്ക് ചെയ്ത കാര്യം കേട്ടോ. ഈ സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് മഴ വന്നു ഗൈസ്, കണ്ടോ മഴ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം, ഞാനൊരു ചെറിയ ഇതെന്റെ ബാഗ്, എന്റെ പഴയ ബാഗ്. മീൻസ് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ ഈ ഒരു ബാഗ് വാങ്ങിച്ചു. പിന്നെ 5th സ്റ്റാൻഡേർഡിൽ ഈ ഒരു ബാഗ് ലാസ്റ്റ് ആയപ്പോഴേക്കും ഈ ഒരു ബാഗിന് സിബ് കംപ്ലൈന്റ് ആയി. അപ്പൊ ഞങ്ങൾ പിന്നെ ഒരു കൊല്ലത്തോട്ട് ഈ ബാഗ് തൊട്ടില്ല. നമ്മൾ പിന്നെ പുതിയൊരു ബാഗ്
ഇത് കുറച്ച് ലേശം കട്ടിയുണ്ട്. പുതിയ ബാഗ് അച്ഛൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആ ബാഗ് എടുത്തു. നിനക്ക് ഗൈസ് ഉറുമ്പ് ആനയെ ചുമക്കുന്നു ഗൈസ്. ഇതൊക്കെ നമ്മളിങ്ങനെ നല്ല സ്പേഷ്യസ് ആണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് ലാസ്റ്റത്തെ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ സിബ് ഉണ്ട്. സിബ് നേരാക്കിയതാണ്. പഴയ സിബ് അതിന്റെ ഉള്ളിൽ ലഞ്ച് ബാഗിൽ ഇല്ല. പഴയ സിബ് വെക്കാൻ പറ്റില്ല. ബാക്കിൽ ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇത് വേറെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. ബാക്കിലൊരു ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. സൈഡില് 4 കമ്പാർട്ട്മെന്റ് ആണ് ഇതിനുള്ളത്. ഇത് എന്റെ പോലെ തന്നെ ഉള്ളതാണ്. അൻഷുനും ഉണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിലൊരു ഇത് വേണമെങ്കിൽ നമുക്ക് A4 ഷീറ്റോ അല്ലെങ്കിൽ ബുക്കോ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. പിന്നെ ഇതില് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. എന്റെ സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെ 2 വാട്ടർ ബോട്ടിലല്ല, ഒരെണ്ണത്തിൽ കുടയിടാം, ഒരെണ്ണത്തില് വാട്ടർ ബോട്ടിൽ ഇടാം. പക്ഷെ ഞാൻ കുട കൊണ്ടുപോകില്ല. ഞാൻ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന വാട്ടർ ബോട്ടിൽ, പിന്നെ നമ്മള് കറിപ്പാത്രംസ്, പിന്നെ നമ്മള് ടിഫിൻ ബോക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി വാട്ടർ ബോട്ടിൽ നോക്കാം. ഇതുണ്ടല്ലേ വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഇത് നമ്മൾ ഗ്രേ കളറാണ് വരുന്നത്. പിന്നെ അടപ്പ് സിമ്പിൾ ആയിട്ട് തുറക്കാനുണ്ടല്ലേ. ഇത് ഇങ്ങനെയാണ്. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു സുഖല്ലേ. ഇതിങ്ങനെ തുറക്കുമ്പോൾ സ്ട്രോ ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് സ്ട്രോ ഇട്ട് കുടിക്കാൻ ഇഷ്ടമല്ല. സ്ട്രോളൊരു വാട്ടർ ബോട്ടിൽ നേരത്തെ കേടുന്നു പോയി. അൻഷു കഴിഞ്ഞല്ലോ സ്ട്രോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ആളായിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോയി. ആ സ്ട്രോ വാട്ടർ ബോട്ടിൽ പൊട്ടിപ്പോയി. അടുത്ത എന്താ കറിപ്പാത്രം. ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇത് സാധാ കറിപ്പാത്രം. ഇത് കണ്ടില്ലേ, എനിക്ക് കൂടുതൽ കറി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ്. സാധാ കറിപ്പാത്രം ചെറുതും ഉണ്ടായിരുന്നു അവിടെ. അത് അമ്മ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നതാട്ടോ 2025. ഇത് അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇതും പിന്നെ ഒരു ബാഗും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടിഫിൻ ബോക്സ്. ഇതാണ് ഏറ്റവും ഞങ്ങൾ ഈ കൊല്ലം പുതിയതായിട്ട് ആകെ ടിഫിൻ ബോക്സ് ആണ് ഇതിൽ വാങ്ങിച്ചിട്ടുള്ളത്. വാട്ടർ ബോട്ടിലും കറിപ്പാത്രവും റീയൂസ് ചെയ്യാണ് ചെയ്യണത് അല്ലേ അൻഷൂസ്? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് 3 വർഷമായി ഒരേ തന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ 3 കൊല്ലം, അൻഷൂസ് 4 കൊല്ലം. അവള് ലഞ്ച് ബോക്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കൈമാക്കി എടുക്കാറ്. തുറക്ക അൻഷൂസേ. ഇതിങ്ങനെ മുകളിലോട്ട് അടിയിൽ വെച്ച് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇങ്ങനെ മേലേക്ക് വെച്ച് തുറന്ന അടപ്പും പോയി പാത്രവും പോയി. ഒരു തവണ എന്റെ പോയി. ചോറൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ ചോറ് ഞാൻ കൊണ്ടുപോകാതെ ഫസ്റ്റ് വന്നപ്പോ എക്സൈറ്റ്മെന്റിൽ ഇവിടെ നിന്ന് തുറന്നാണ് പണി കിട്ടിപ്പോയി. ഇത് കണ്ടില്ലേ 2 കമ്പാർട്ട്മെന്റ്. ഇവിടെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട് 2 കമ്പാർട്ട്മെന്റ്. പിന്നെ ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട് 590. പിന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് വലിയൊരു ഇതായിട്ട് തോന്നും. പിന്നെ ഉള്ളിൽ അത്രയ്ക്ക് ചോറ് കൊള്ളില്ല. എന്നാലും ഞാൻ 2 ഇതിലാണ്. അതുകൊണ്ട് അനുഷ്ഠനൊരു സമാധാനം. അധികം ഒന്നും കഴിക്കണ്ട, പെട്ടെന്ന് കഴിച്ച് നീച്ച് പോവാന്നൊക്കെ. എല്ലാ കുട്ടികളും കുറച്ച് കൊണ്ടുവരുന്ന കണ്ടിട്ട് എനിക്കും ആഗ്രഹം തോന്നി. എനിക്കും കുറച്ച് കൊണ്ടുപോകും. മുമ്പ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റീലായിരുന്നു കൊണ്ടുപോയിണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലും. ഇതേ സെയിം ആണ് മുന്നേ. കാണിക്കണോ? കാണിക്കാം. ഇതിന്റെ ക്വാളിറ്റീസ് അത് കാണിക്കാം. ഇങ്ങനെ ഓപ്പൺ ആക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇവിടെ നമുക്ക് ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് പോലെയുള്ള സാധനം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് കണ്ടില്ലേ, ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ചിങ്ങനെ ഫിറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പാത്രം അടയ്ക്കാനും തുറക്കാനും ക്ലീനിങ്ങിനോ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിയാനൊക്കെ പറ്റും. ഇതെന്താണ് ജോണി എന്നല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്? ജോണി. അതില് അടുത്തത് ഫണ്ണി ജോണിയാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര സെക്ഷനേ ഉള്ളൂ. അടുത്തത് നമുക്ക് നമ്മുടെ പെൻസിൽ ബോക്സ് കാണാം. കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബോക്സസ് ആൻഡ് ജോമെട്രി ബോക്സ് ആണ്. ഇത് ബോക്സും അല്ല പൗച്ചും അല്ല, അങ്ങനത്തെ ഒരു മോഡലാണ്. അൻഷൂസ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ ബോക്സ്. അപ്പോൾ ഇതെന്റെ ദീദിയുടെ ബോക്സ് ആണ്. രണ്ടും ഒരേതാണ്. ഇത് കവർ ചെയ്തത് അൻഷുവിന്റെയും കവറില്ലാത്ത എന്റെയാണ്. ഇവിടെ അത്യാവശ്യം ഇങ്ങനെയാണ്. ഇതാണ് ഇപ്പോഴത്തെ മോഡൽ. എല്ലാവരും ഇങ്ങനെ തന്നെ വാങ്ങാറ്. ഉള്ളിൽ കൂടെ കൈ തുളച്ച് കയറ്റാം. ഞാൻ വെറുതെ ഒരു സുഖത്തിന് വന്നേനെ. ഇനി ഇത് അടച്ചാൽ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 280 അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു 280. അവിടെ 280 rupees ആണ്. ഇനി നെക്സ്റ്റ് ഇത് ചിലപ്പോ ഒരെണ്ണം മാത്രമേ ചില ബോക്സിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ 2 സിബ് ഉണ്ട്. ഇതാണ് അതിന്റെ മോഡൽ. ഇതിൽ ഞാൻ ഇവിടെ ബാക്കിൽ നമുക്ക് വേറെയും വെക്കാട്ടോ.
ചിലതിൽ ആർട്ട് ഐറ്റംസും വെക്കാം, ചിലതില് ആർട്ടും പെൻസിൽ ഐറ്റംസ് നമുക്ക് വേർതിരിച്ച് വെക്കാം. അൻഷൂസിന് ആർട്ടിന്റെ സബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ആർട്ട് ദിവസം മാത്രം കൊണ്ടുപോയി. അടുത്തത് എൻ്റെ പെൻസിൽ പൗച്ചാണ്. അത് അത്ര മതി. അത് കാണിക്കണേന് സുഖമാണ്. ഇത് ഇങ്ങനെ കണ്ടു, ഇതിങ്ങനെ പോപ്പ് ചെറുതായിട്ട് ആക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇത് സോഫ്റ്റ് അല്ല, അത് കുറച്ച് ഹാർഡാണ് ഇവിടെ. എന്നാലും ഇത് കണ്ടില്ലേ, ഇങ്ങനെ മാന്തുമ്പോ ഒരു പ്രത്യേക സുഖം. മതി 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 മതി. അടുത്തത് ഇൻസ്ട്രുമെന്റ് ബോക്സ്. കാണിക്കു വേഗം, കവറാക്കി വേഗം വേഗം കാണിച്ചു പോയിക്കേ. നമ്മുടെ ഇത് എന്തിനാണ്, കൊറോണ കോഴ്സ്. ഇത് അൻഷൂട്ടി ബാലഭൂമിക്ക് കിട്ടിയതാണ്. അവള് ബാലഭൂമി വാങ്ങാറുണ്ട്, അപ്പൊ അതിന്റെ കൂടെ കിട്ടിയതാണ്. ഇതിന്റെ സ്റ്റൈൽ റബ്ബർ ഭയങ്കര മേലിന് എന്ത് രസാണ്. ഇത് കണ്ടോ, ഇവിടെ സ്കെയിൽ ഇങ്ങനെ ട്രാൻസ്പാരന്റ് കവറിലാക്കിട്ടാ കിട്ടുക. നീ അത് എടുക്കണ്ട. പിന്നെ ഇതിന്റെ ആ മറ്റേ കൂർപ്പില്ലേ, അത് നല്ല ഇതാണല്ലേ കോമ്പസിന്റെ. അപ്പൊ അതിന് അതിന്റെ ടോപ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ്. ഓക്കെ, പഞ്ചു എല്ലാം ഒന്ന് നീക്കി വെച്ചേ, സെന്ററിലോട്ട് വെച്ചെല്ലാം. ഓക്കെ, അടുത്തത് നമ്മുടെ പെൻസിൽ ഷാർപ്പനർ അങ്ങനത്തെ സാധനങ്ങളാട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. പക്ഷെ മൂവ് ചെയ്ത് വെച്ചേ. ഓക്കെ, വീഡിയോയിൽ കാണുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സ്കെയിൽസ് ആണ്. താഴെ വെച്ച് ചെയ്യാം ഞാൻ. ഇതിൽ ഒരെണ്ണം മാത്രം 15ന്റെ പൊട്ടിയിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ പഴയ വൈറ്റ്നറൊക്കെ വെച്ച് ഇങ്ങനെ ക്യൂട്ടാക്കാൻ നോക്കിയതാണ്. കണ്ടോ, ഇവിടെ പൊട്ടി പോയിട്ടുണ്ട്. വൃത്തിയാക്കുമ്പോൾ കൈ തട്ടി, പിന്നെ വൈറ്റ്നർ അങ്ങോട്ട് തേഞ്ഞു പോയി. അത്ര തന്നെ. ഇത് ഞാൻ ക്യാമലിൻ്റെ ഒരു സ്കെയിലായിരുന്നു. ഇവിടേക്ക് കാണിക്കേ. ഇതൊരു ക്യാമലിൻ്റെ ഒരു സ്കെയിലായിരുന്നു. ഞാൻ അതിനെ സ്റ്റിക്കർ ഒട്ടിച്ച് കലാപരിപാടികൾ ചെയ്തതാണ്. പിന്നെ ഇത് ഡോംസിന്റെ സ്കെയിൽ ഒട്ടിച്ചിട്ടുണ്ട്, അത്യാവശ്യം സ്റ്റിക്കേഴ്സ് കേട്ടോ. ഈ ഡോംസിന്റെ സ്കെയിലിനേക്കാൾ ഇഷ്ടം നടരാജിന്റെ സ്കെയിലാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ എന്റെ സ്കെയിൽ ഇതാണ്. ഞങ്ങൾ സ്കെയിൽ ഇത് പുതിയത് വാങ്ങിയതൊന്നുമല്ല, പഴയ കളക്ഷൻസ് ആണ്. ഇതാണ് കേട്ടോ, ഈ ഒരു സ്കെയിലാണ് നമ്മൾ ഇപ്രാവശ്യം പുതിയതല്ല, അനുഷ്ഠിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ആ പാക്കറ്റ് നമ്മളൊന്ന് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പെന്നാണ്. ഇത് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിക്സിന്റെ പെന്നാണ്. ഇതില് ഫുള്ള് ഇതിൽ ഒരെണ്ണത്തില് ബ്ലാക്കും ഒരെണ്ണത്തില് ബ്ലൂ ആയിരുന്നു. ഞങ്ങൾ ഇത് 10 എണ്ണം ആണ്, ഒരു പാക്കറ്റിൽ 10 എണ്ണമാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ വെച്ചതാണ് 5 എണ്ണം, 5 ബ്ലൂ 5 ബ്ലാക്ക്. ഇതില് സാധികാന്ന്, അപ്പൊ ഇത് ദീദിയുടെയാണ്, ഇത് അൻഷികാന്നുണ്ട്, അപ്പൊ ഇത് എന്റെയാണ്. അങ്ങനെയാണ്. ഇതിന് എത്ര റേറ്റ് പറയൂ? ഒരു പെന്നിന് 10 രൂപയാണ്. അപ്പൊ ഒരു പാക്കറ്റിന് 100 rupees. അപ്പൊ 200 രൂപയായി. ഇനി എറേസേഴ്സ്, ഷാർപ്നേഴ്സ്, ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ കുറച്ച് പെൻസിലിന്റെ മേലിൽ വെക്കുന്ന സാധനങ്ങളുണ്ട്, അത് കുറച്ച് കുറവാണ്. ഇത് കണ്ടില്ലേ, എന്ത് രസമല്ലേ, ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. ഇത് അൻഷുവിന്റെ ഫേവറേറ്റ് ഷാർപ്പനർ ആണ്. ഇതിപ്പോ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വേണ്ട, ഓപ്പണിംഗ് ഉണ്ട്. ഞാൻ ഇത്ര ദിവസമായിട്ട് ഇത് കണ്ടിട്ടില്ല. അടുത്തൊരു ക്യാമറയുടെ ഷാർപ്പനർ ആണ്. ക്യാമറയുടെ ഇവിടുത്തെ സാധനം പോയി, പിന്നെ ഇതിന്റെ അടിയത്തെ സാധനം പോയി. ഇത് കുറച്ച് പഴയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിപ്പുള്ളത്. അല്ലെങ്കിൽ മുമ്പ് വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കില്ല. പിന്നെ എറേസറും ഷാർപ്പനറും കൂടിയുള്ളത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഡലൊന്നും അല്ലെന്ന് പറയാം. ഇത് എന്റെയാണ്. ഞാൻ പിന്നെ ഇതിങ്ങനെ പതുക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. ഇതെന്റെ ദീദിയുടെയാണ്. ദീദി കുറച്ച് ഡെക്കറേഷൻസ് കൊടുത്താണ്. ദീദിയല്ല ചെയ്തത്, ദീദിയുടെ ഫ്രണ്ട്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിത് ഇഷ്ടമല്ല, പക്ഷെ അവര് പറഞ്ഞില്ല. പിന്നെ ഇതിലൊരു പർപ്പിൾ ഷാർപ്പനർ പൊട്ടി കിടക്കണേ. ഇതും പഴയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ പിന്നെ അതൊന്ന് പിന്നെ ഉപയോഗിക്കാം പറഞ്ഞിട്ട് തന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ പിന്നെ ഇത് കുറെ ഷാർപ്പനേഴ്സ് ആണ്, ഷാർപ്പനറും എറേസറും. പിന്നെ ഇതാണ് ഞങ്ങൾ ക്യൂട്ട് ആയിട്ടുള്ള വാങ്ങിച്ചത്, പിഗിന്റെ കേട്ടോ. അപ്പൊ ഇത് അമ്മ വാങ്ങിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോ, ഈശ്വര എന്റെ കുട്ടി ഇതിന്റെ മൂക്കൊണ്ടല്ലേ കളർ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ട്. ഇതിന് അനിയനുണ്ട്, പക്ഷെ അനിയനെ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അനിയനെ ഞാൻ കണ്ടില്ല. പക്ഷെ മെയിൻ ക്യാരക്ടർ പെബ്ബാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞ തള്ളയിടും. കഴിഞ്ഞില്ലേ. പിന്നെ ഒരു പെൻസിലിന്റെ മുടി, ഇത് എനിക്കൊരു കുട്ടി തന്നതാണ്, ചെറിയ കുട്ടി. അതിന്റെ പേരെന്തായിരുന്നു? അദ്വിക എന്നാണ്. അടുത്തത് നമ്മുടെ പെൻസിലുകൾ 2 എണ്ണം.
അൻഷുന്ന് അപ്പൊ ഞങ്ങളിത് പുതിയതായിട്ട് വാങ്ങിച്ചതാട്ടോ അപ്സരയുടെ. അതിന് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഒരു പെൻസിൽ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എനിക്ക് അപ്സര കൊണ്ട് എഴുതുന്നതല്ല, എല്ലാ പെൻസിലും കൊണ്ട് എഴുതുന്നതും കൂടുതൽ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പെൻസിലും ഇങ്ങനെ ട്രൈ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക രസം ലഭിക്കും. പിന്നെ ഇതൊക്കെ, പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ പഴയതാണ്, പെട്ടിയൊന്നും ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് ചെറുതാക്കി വെക്കുന്ന എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ബോക്സ് എന്റെ UKG അത്തയാണ്, അതുകൊണ്ടാണ്. ഇനി തുറക്കാൻ പറ്റില്ല, ഈ അത് തുറന്നിട്ടെല്ലാം കളയോ? അത് വേണ്ട, അത് ഇവിടെ വെച്ചോ. അതിന്റെ ഉള്ളിൽ കണ്ടില്ലേ, എനിക്ക് ഇതൊരു ചേച്ചി തന്നതാണ്, കണ്ടില്ലേ, ദുബായ് പെൻസിൽ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെയാ കാണിക്കണത്? ഒരു മിനിറ്റ്, ഇത് തുറക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? എനിക്കറിയില്ലേ. ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം. ക്യൂട്ട് പെൻസ്. അപ്പോൾ പെൻ ആൻഡ് പെൻസിൽസ് ആണ്, സോറി പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. മൾട്ടി കളേർഡ് പെന്നാണ്, നമുക്ക് സെമിനാറൊക്കെ ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇതില് ബ്ലാക്ക്, പർപ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ. ബ്ലാക്ക് വേഗം അടുത്തത് വേഗം ചെയ്ത് പോവാം നമുക്ക്. നമ്മുടെ ഇത് നമ്മുടെ പെൻസിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, 2 കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചാണ്, കിലുക്കി കളിക്കാണ്. പിന്നെ നമ്മുടെ തത്തമ്മയുടെ പേന, ഇതിന്റെ ശരിക്കത്തെ പേര് പീകോക്ക് അങ്ങനെ പാരറ്റ് പെൻ എന്നൊക്കെയാണ്. പിന്നെ ഇത് സ്പൈഡർമാൻ്റെ ആണ്. ഇതെനിക്ക് മിനി ആൻറ്റി ഗിഫ്റ്റ് തന്നതാണ് വീടിൻ്റെ അടുത്തുള്ളത്. പിന്നെ ഇതിന്റെ മിനി ആൻറ്റിയുടെ ജോസ് അങ്കിൾ തന്നതാണ്. പിന്നെ ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചേട്ടോ. ഇതിൽ വെറുതെ ഒരു സുഖത്തിന് കൊണ്ട് ചെയ്തതാണ്. ഇതും ദീദിയുടെ ഫ്രണ്ട്സ് ചെയ്തതാണ്. ഇതിന്റെ ഫ്രണ്ട്സിന് വേണ്ടി എല്ലാം ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ വൈറ്റ്നസ് കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല, ഈ ഒരു 3 എണ്ണേ ഉള്ളൂ. നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്യണമെങ്കിൽ അതേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലാണ് ചിലതൊക്കെ വരുന്നത്. ഞങ്ങളിതെല്ലാം അഴിച്ചു മാറ്റി വെച്ചാൽ ഈ ഒരു ക്യാമലിൻ്റെ 18 രൂപയാണ് വരുന്നത്. അത് ഈ സ്കെച്ചുള്ള സെറ്റാണ്. ഇത് ഇതിൻ്റെ കൂടെയാണ് വരുന്നത്. പിന്നെ ഇതിന് എനിക്ക് എന്തോ സെക്കൻഡ് എത്രയും കിട്ടിയിട്ട് പാപ്പു വാങ്ങി തന്നതാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയനാണ്. ഇത് പിന്നെ ഈ സെറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ഗിഫ്റ്റ് തന്നാണ്. ഭയങ്കര ക്രേസ് ടീച്ചറാണ്, സുജ എന്നാണ് പേര്. സുജ ടീച്ചറിന് ഞങ്ങൾ വിളിച്ച് പിന്നെ നടക്കും. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോന്ന് പറയും, അതാണ്. പിന്നെ ഇതൊരു ക്യാമലിന്റെ ഒരു ക്രയോൺസ് ആണ്. ഇതിന് 13 കളേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ 13 കളേഴ്സ്. ഒരു മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് കൂടി കിട്ടുന്നുണ്ടായി. ഞങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നേരത്തെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റേഴ്സ്. അപ്പൊ നമ്മള് ലക്ഷറിന് ഒരു ഹൈലൈറ്റർ ഉണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. ദീദിക്ക് ആവശ്യം വരുന്നോണ്ട് ദീദിക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഇത് രണ്ടും അടപ്പ് മാറ്റമുണ്ട്, അടപ്പ് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇനി ക്യാമലിന്റെ ബ്രഷ് പെൻ, അധികം ക്യാമലിന്റെ പ്രൊഡക്ട്സ് ആണ്. ക്യാമലിന്റെ ബ്രഷ് പെൻ 6 എണ്ണത്തിന്റെ സെറ്റ്. ഇത് ഞങ്ങൾ മുമ്പ് വാങ്ങിച്ചു വെച്ചത് 115 രൂപ. 115 രൂപ. ഇത് പിന്നെ ഡോംസിന്റെ സ്കെച്ച് ഉണ്ട്. ഇത് ഒരു ബ്ലാക്ക് കളർ, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ സ്കെച്ച് പെൻസ് പോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഡോംസിന്റെ സ്കെച്ച്, സ്കെയിലിന്റെ കൂടെ കിട്ടുന്ന പോലെ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് തന്നെ ഉള്ളൂ കളേഴ്സിൽ. ഇത് കുറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് കീ ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എനിക്ക് ജിക്വാൻഡി ബർത്ത്ഡേ ഗിഫ്റ്റ്, നല്ല രസമുണ്ട്. ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയിട്ട് തന്നാണ്. ഞങ്ങളുടെ സ്കൂളിൽ ആമി പറഞ്ഞ കുട്ടി പഠിക്കുന്നുണ്ട്, അപ്പൊ അവളുടെ അമ്മയാണ് തന്നത്. പിന്നെ ഇത് അൻഷുവിന്റെ ഒരു അപ്പച്ചൻ തന്നാണ്. അപ്പച്ചൻ തന്നെ വിജയൻ എന്നാണ് പേര്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടല്ലോ. അതിലൊരു ഗിഫ്റ്റ് ആണ്. പിന്നെ ഇതൊരു മിനി ബുക്കാണ്. മിനി ബുക്ക് ഉണ്ട്, കണ്ടില്ലേ. ഇത് ഞങ്ങൾ വാങ്ങിച്ച കേട്ടോ പുറത്തുനിന്ന്. നെക്സ്റ്റ് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. ഇത് എനിക്ക് ദീദി ഫ്രണ്ട് പേജിന്റെ വകയാണ്. പിന്നെ ഇതും ദീദേനെ വരച്ചാണ്. ഉള്ളിൽ ഇതാ കിടക്കുന്നു ഒരു ചെറി. എൻ്റെ ഉള്ള ചെറി. ഇതിൽ ഏത് ചെറിയാണ് ഏറ്റവും ഇഷ്ടം നമുക്ക് കമന്റ് ചെയ്യട്ടോ. അതൊന്നും കമന്റ് ചെയ്യണ്ട കേട്ടോ.
നെക്സ്റ്റ് സിസേഴ്സ് 2 ഉണ്ട്, യെല്ലോയും. അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. പതിയാണ് വരുന്നത്. ഇത് പക്ഷെ നല്ല സ്പീഡിൽ പോകും. അടുത്തത് നമ്മുടെ ഡോണറ്റ് കീ ചെയിൻ ആണ്. ഇത് ഞാൻ എന്റെ ബാഗ്, സോറി ഇത് യൂണിക്കോൺ കീ ചെയിൻ ആണ്. ഇത് ഞാൻ അൻഷുവിന്റെ ബാഗിലാണ്. താഴോട്ട് കാണിക്ക്, താഴെ ഇടിക്ക്, താഴെ കാണിക്ക്. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് എല്ലാം കാണിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് നല്ല റേറ്റ് ഉണ്ട്, 70 റുപ്പീസാണ്. 70 റുപ്പീസിനുള്ളത് ഇല്ലാച്ചാലും വാശി പിടിച്ചോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇത് എന്റെ കീ ചെയിൻ, ഭയങ്കര ഇഷ്ടപ്പെട്ട കീ ചെയിൻ. രണ്ടെണ്ണം. പിന്നെ ഇത് ഞാൻ ഊട്ടിയിലേക്ക് പോയപ്പോ എന്റെ ഫസ്റ്റ് ലെറ്റർ ഉള്ളത് എടുത്തപ്പോ എനിക്ക് പേര് എഴുതി തന്നാണ് ആ അങ്കിള്. ഞാൻ പറഞ്ഞപ്പോ പേര് എഴുതി തന്നാണ്, 2 സൈഡിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റാപ്ലർ കുട്ടനെ ഞാൻ വിളിച്ചിരിക്കുന്നു. സ്റ്റാപ്ലറിന്റെ പിന്നുണ്ട്, ഞങ്ങൾ എടുക്കാൻ മറന്നു. ഇനിയിപ്പോ എടുക്കണം. ഇതിനുള്ളിൽ ഉണ്ട്, ലേശേ ഉള്ളൂ, എന്നാലും കുറച്ചുകൂടി പിന്നുണ്ട്. ഇനി നമ്മുടെ പോക്കറ്റ് ഡിക്ഷണറി. ഇത് ഞാൻ സ്കൂളിലോട്ടൊന്നും കൊണ്ടുവരില്ല, ഞാൻ വെറുതെ വീട്ടിലിങ്ങനെ കുത്തിക്കേറ്റി വെക്കുമ്പോ വല്ലതും പഠിക്കാണെങ്കിൽ അമ്മ അതിന്റെ ഉള്ളിൽ 3 ക്യാമലിന്റെ വലിയ ഗ്ലൂ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഒരെണ്ണത്തിന് എത്ര ഇതിന്റെ ക്യാമലിന്റെ നോക്കട്ടെ. ഞാൻ റേറ്റ് നോക്കട്ടെ. റേറ്റ് 10 രൂപയാണ്. അപ്പൊ ഇത് 30 രൂപ വരും. 30 രൂപയ്ക്കാണ് ഞങ്ങളിത് 3 എത്ര എണ്ണം ഉണ്ടാവും ഇതിന്? വലുതില്ലാത്തോണ്ട് 3 എണ്ണം വാങ്ങിച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഞങ്ങളുടെ സ്കൂളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ചിലത് ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ടാണ്. ഇതല്ലേ 6 ടൈഡ് റിബൺസ് ആണ് ഇതിൽ വരുന്നത്. 15 രൂപയാണ് കേട്ടോ. ഞങ്ങൾ ഫാഷൻ വാങ്ങിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് ഇറ്റ്സ് ഓൾസോ ഇത് ഇങ്ങനത്തെ ടിക് സ്ലൈഡ് ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. പ്രത്യേക സന്തോഷമായിട്ടോ ഇങ്ങനെ വാങ്ങുമ്പോൾ. ഒരെണ്ണത്തിന് 5 രൂപ ഇട്ടല്ലേ വരുന്നത്? ഒരെണ്ണത്തിന് 5 രൂപ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. വലിയ ക്യൂട്ട്നെസ് ഒന്നും അല്ല ഉദ്ദേശിച്ചത്, വേറെയാണ്. ഓക്കേ, അപ്പോൾ ഇനി നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ ബ്രൗൺ പേപ്പർ കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ബ്രൗൺ പേപ്പർ പകുതി പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കോലം. നെക്സ്റ്റ് നമ്മുടെ ബുക്ക് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലേ ബുക്ക്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ്. നോട്ട് ബുക്കുകൾ ഞങ്ങൾ ബണ്ടിലായിട്ട് വാങ്ങിച്ചു. സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ ബുക്കുകളൊക്കെ, സ്കൂളിൽ നിന്നാണ് വാങ്ങേണ്ടത്. പിന്നെ യൂണിക്കോൺ നെയിം സ്ലിപ്പാണ്. ഇനി ഉണ്ട് കേട്ടോ, ബാക്കിലും ഉണ്ട് ഐറ്റംസ്. ഞാൻ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. യെസ്. പിന്നെ അതാ എക്സാം പാഡ്. എൻ്റെ എക്സാം പാഡ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങണം. പഴയതുണ്ട് വാങ്ങണത്. അൻഷുവിൻ്റെ ഒരു A4 സൈസാണ്, ചെറുതാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഇത്ര ഇതുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ഫയൽസ്. ഇത് നമ്മുടെ ദീദിയുടെ ഫയലാണ്. ഇത് ഞാൻ കുറേ കൊല്ലമായി വാങ്ങിച്ചിട്ട്, 2 കൊല്ലം അടുക്കാനായി. നല്ല സ്പേഷ്യസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ 5, 4 അങ്ങനെയുള്ള ലെയർസ് ഒന്നും അല്ല എടുക്കുക, സാധാ ഫയൽ എടുക്കും. പിന്നെ ഇതെനിക്ക് ആദ്യമായിട്ട് ഫയൽ ആവശ്യം വന്നപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അൻഷുവിന് ഫസ്റ്റ് ഫയല് വേണ്ട. ഇപ്പൊ 3rd സ്റ്റാൻഡേർഡിലേക്കല്ലേ, 2 ഇയേഴ്സ് ആവാറായി. ഇത് ഞാൻ ഇംഗ്ലീഷിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഫയല് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അത് പിന്നെ ഞങ്ങൾ അതൊന്ന് മാറ്റി പിടിച്ചു. പിന്നെ ഞങ്ങളുടെ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ സ്പെൽ ബി അങ്ങനെയുള്ള റിപ്പോർട്ട്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. സ്പെൽ ബി കണ്ടോ, സ്പെൽ ബിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ്. ഇത് 2ഉം എൻ്റെ ആണ് കേട്ടോ. ഇത് അൻഷുന് ഫയല് സ്പെൽ ബിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. നമ്മുടെ ഫയൽ സ്റ്റിക്കേഴ്സ് കാണിച്ചോ? സ്റ്റിക്കേഴ്സ് കാണിക്കണം. അടുത്തതാണ് അൻഷുവിന്റെ ഫേവറേറ്റ്. ഈ ഫയൽ നോക്കിക്ക് എനിക്ക് ആദ്യമായിട്ട് ഇത് ചേച്ചി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴൊന്നും എനിക്കിത് ആവശ്യം ഉണ്ടായിരുന്നില്ല. കണ്ടില്ല, ഐസ്ക്രീം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് ക്രൈസ് കൂടുതലാണ്. നമ്മുടെ സ്റ്റിക്കേഴ്സ് ഞാൻ നേരത്തെ സ്കെയിലൊക്കെ ഒട്ടിച്ചത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. കണ്ടില്ലേ, 100 സ്റ്റിക്കറാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. 100 ഷീറ്റാണ്. ഇതിൽ കുറേ ഷീറ്റ് കഴിഞ്ഞു. ഞങ്ങൾ കുറേ ഷീറ്റ് കഴിച്ചു. ഇതുണ്ട്, ബാക്കിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഡെലിവറി ബോയ് കൊണ്ടുവന്നപ്പോൾ ബാക്കിൽ ചെറുതായിട്ടൊരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്ക് ടു സ്കൂൾ സീരീസ് 2 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ 2nd വീഡിയോയുടെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അപ്പോൾ ഒരു ബൈ പറയാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അൻഷൂസ് ബൈ ബൈ.